പകൽക്കാലം നാം വായിച്ച സങ്കീർത്തനം 40-ാം സങ്കീർത്തനമാണ്. ഇതിലെ 2 പദപ്രയോഗങ്ങൾ എന്നെ വളരെയധികം ദൈവസന്നിധിയിൽ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നേണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. 8-ാം വാക്യത്തിൽ എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. 13-ാം വാക്യത്തിൽ എന്നെ വിടുവിപ്പാൻ നിനക്ക് ഇഷ്ടം തോന്നണമേ. 2 വ്യത്യസ്തമായ ആശയങ്ങൾ ആ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, ഞാൻ താല്പര്യപ്പെടുന്നു നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ. അങ്ങനെ താല്പര്യത്തോടെ നിൽക്കുന്നവൻ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ താല്പര്യത്തോടെ വരികയാണ്, അവിടെ തീർന്നില്ല. അടുത്തൊരു പദപ്രയോഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എന്നെ വിടുവിപ്പാൻ നിനക്ക് ഇഷ്ടം തോന്നണമേ. നാമെല്ലാവരും ജീവിതയാത്രയിൽ ഒരു വലിയ വിടുതൽ, ഒരു വലിയ ദൈവിക പ്രവൃത്തി, ഇതൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുകയാണ്. പക്ഷെ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്: ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നുണ്ട്, ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുകയാണ്. പക്ഷേ ഞാനിതൊക്കെ ചെയ്താലും വിടുവിക്കുന്നവൻ നീയാണ്. വിടുതലയക്കുവാൻ നിനക്ക് ഒരിഷ്ടം എൻ്റെ പ്രവൃത്തിയുടെ മേൽ തോന്നിയെങ്കിൽ മാത്രമേ എൻ്റെ ആത്മീക ജീവിതം പൂർണ്ണതയുള്ളതായി തീരത്തുള്ളൂ. ഈ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി അടങ്ങിയിരിക്കുന്ന ഒരു ആത്മീക മർമ്മമുണ്ട്. ദൈവത്തിന് നമ്മുടെ പ്രവൃത്തിയോട്, നമ്മുടെ ഇടപാടുകളോട്, നമ്മുടെ വിശ്വാസ രീതിയോട്, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനങ്ങളോട്, മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ഇതിലൊക്കെ ദൈവത്തിനൊരിഷ്ടം നമ്മളോട് തോന്നിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ നേടിയെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്നത്തെ പകലിൽ പ്രിയമുള്ളവരെ, ഈ വാക്യം, ഈ സങ്കീർത്തന ഭാഗം വായിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന് ദൈവസന്നിധിയിൽ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വാക്യം വേഗത്തിൽ എൻ്റെ ഹൃദയത്തെ ഒന്ന് തൊട്ടുപോകുവാനിടയായി തീർന്നു. ആ വാക്യത്തോടനുബന്ധിച്ചാണ് ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ ചില ചിന്തകളെ പങ്കുവയ്ക്കുവാൻ ശരണപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് പല ഇഷ്ടങ്ങളുണ്ട്. നമ്മുടെ വസ്ത്രത്തോട് നമുക്കൊരിഷ്ടമുണ്ട്. എല്ലാ വസ്ത്രങ്ങളും നാം ധരിക്കത്തില്ല. നമുക്കിഷ്ടമുള്ള വസ്ത്രങ്ങളാണ് നാം ധരിക്കുന്നത്. നമ്മുടെ ആഹാരങ്ങൾ, എല്ലാവരും കഴിക്കുന്ന എല്ലാ ആഹാരവും നാം കഴിക്കത്തില്ല. നമുക്കിഷ്ടമുള്ള ആഹാരമാണ് നാം കഴിക്കുന്നത്. അതുപോലെ ഹല്ലേലൂയ, പ്രവർത്തികൾ, ചിന്തകൾ, വിചാരങ്ങൾ, ഹല്ലേലൂയ, കൊടുക്കവാങ്ങലുകൾ, ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് നാം പലപ്പോഴും ആരായാറില്ല. നാം ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ? നമ്മുടെ സംസാരം ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനും നേർ നിൽക്കുന്നതാണോ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ? ഇതൊക്കെ ആ വചനം വായിച്ചപ്പോൾ എൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുവാനിടയായി തീർന്നു. ഇന്നത്തെ പകലിൽ ഹല്ലേലൂയ, ചില ഇഷ്ടങ്ങളും ആ ഇഷ്ടങ്ങളുടെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ചില ഹല്ലേലൂയ വസ്തുതകളും വളരെ ശാന്തമായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നാം വായിച്ച വാക്യം മറന്നു പോകരുത്: ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു,
എൻ്റെ ദൈവമേ, എന്നെ വിടുവിപ്പാൻ നിനക്കിഷ്ടം തോന്നണമേ. ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ വചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനവുമായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ആമേൻ, വചനം എഴുതിയ അതേ ആത്മാവിനാൽ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. വചനത്തിൻ്റെ ആഴങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കരം കൂടെ ഇരിക്കണമേ. വായിച്ച് കേൾപ്പിക്കുന്നവർക്കും ആമേൻ ഹല്ലേലൂയ സംസാരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം ഒരുപോലെ ആമേൻ ആത്മീക ചൈതന്യം വരുത്തുന്ന വചനത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിക്കാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നാം ഇന്ന് പകൽക്കാലം വായിച്ച വാക്യം ആമേൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നാം വായിച്ചത്. ഇപ്രകാരമാണ് വാക്യം: ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതി അവരെ ഉറപ്പിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ ഇത് ദുഷ്കാലമാണ്, ഒരു നല്ല പ്രവൃത്തി അല്ലെങ്കിൽ ഒരു നല്ല കാര്യം തിരഞ്ഞെടുക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല ഈ കാലഘട്ടം. അതുകൊണ്ട് നിങ്ങൾ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ഇത് താൻ എഴുതുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്താണ്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായി ആമേൻ തൻ്റെ ശരീരവും ആമേൻ തൻ്റെ ആമേൻ ഹല്ലേലൂയ സാഹചര്യങ്ങളെ ഒന്നും നോക്കാതെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ശ്രേഷ്ഠതയോടെ ഇറങ്ങി പുറപ്പെട്ട് അഹോരാത്രം ആ ദൈവനാമത്തിന് വേണ്ടി ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് തനിക്ക് ലഭിച്ച വെളിച്ചത്തിനനുസരിച്ച് തന്നോട് സംസാരിച്ച പൗലോസേ പൗലോസേ ശൗലേ ശൗലേ എന്ന് വിളിച്ച് താൻ കേട്ട ശബ്ദത്തിന് അനുസരിച്ച് ഇറങ്ങിത്തിരിച്ച അപ്പോസ്തലൻ തൻ്റെ കാലം കഴിയുന്നത് വരെ ആ കേട്ട ശബ്ദത്തോട് നീതി പുലർത്തി തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ സ്ഥാപിച്ച എഫെസോസിലെ ആമീൻ ദൈവസഭയിൽ വന്നിട്ട് ആ ദൈവസഭയുടെ ആ നിലവാരത്തെ കണ്ടുകൊണ്ട് അവരോട് 2 ഉപദേശങ്ങൾ പറഞ്ഞാണ് അവരെ ഉറപ്പിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ഇപ്പോൾ എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ ലേഖനത്താൽ എന്നിൽ നിന്ന് കേൾക്കുന്ന നിങ്ങൾ 2 കാര്യം തിരിച്ചറിയണം. ഒന്ന്, നിങ്ങൾ നിൽക്കുന്ന കാലം ഒരു ദുഷ്കാലമാണ്. ഒരു നല്ല കാലഘട്ടത്തിലല്ല നിങ്ങൾ വന്ന് ജീവിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സമയത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല തിരിച്ചറിവുള്ളവരായിരിക്കണം. സമയത്തെ നന്നായി വിനിയോഗിക്കുവാൻ അറിവുള്ളവരായിരിക്കണം നിങ്ങൾ. ഒന്ന്, നിങ്ങൾ വസിക്കുന്നത് ദുഷ്കാലത്തിൽ. ഈ ദുഷ്കാലത്തിലെ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. സമയം വേണ്ടുന്ന വിധത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ ആ സമയം നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കുന്നു. അടുത്തൊരു കാര്യം, ഈ സമയം, ഈ ദുഷ്ടതയുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങളിൽ നിന്ന് വേർപെട്ട് പോകുന്ന ഈ സമയത്തിൻ്റെ മൂല്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ മൂല്യം എന്തിനു വേണ്ടിയുള്ളതാണ്? കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവ് ആമേൻ ഹല്ലേലൂയ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ സമയം നഷ്ടമാകും, ചില നന്മകൾ
നഷ്ടമായി പോകും. അപ്പോൾ സമയത്തിന് വലിയ പ്രത്യേകതയുണ്ടെന്ന് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് ലേഖനം എഴുതിയവരെ ഉറപ്പിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു പശ്ചാത്തലം ഉണ്ട്. ആ പശ്ചാത്തലം പലപ്പോഴും ദൈവവചനത്തെ സംസാരിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള സാമൂഹിക പശ്ചാത്തലം കൂടി അടിസ്ഥാനമാക്കിയാണ് അപ്പോസ്തലന്മാർ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ചെടുത്ത ആത്മാവിനാൽ സഭകളെ ഉറപ്പിക്കുകയും ലേഖനങ്ങളിലൂടെ അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്തത്. ഇവിടെ ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഇത് ദുഷ്കാലമാണെന്നും നിങ്ങളുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണമെന്നും പറയുന്ന ആ കോണ്ടസ്റ്റിനൊരു വലിയ പ്രത്യേകതയുണ്ട്. പൗലോസ് ഉദ്ദേശിക്കുന്ന ആ കോണ്ടസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കച്ചവടക്കാരൻ അവൻ അധിവസിക്കുന്ന സ്ഥലത്ത് അവൻ്റെ കച്ചവടം അവൻ ചെയ്യുമ്പോൾ ആ കച്ചവടത്തെ വിപുലീകരിക്കുവാൻ ആവശ്യമായ സാധ്യതകൾ അവൻ്റെ മുൻപിൽ തുറന്നിരിക്കുമ്പോൾ അതിനെ ഉപയോഗിക്കാതെ അലക്ഷ്യമായി എങ്ങനെയെങ്കിലും ഇത് നടന്നുകൊള്ളും, എൻ്റെ ബിസിനസ്സാണ്, എനിക്കിത് ചെയ്യുവാൻ കഴിയും, അതതിൻ്റെ വഴിക്ക് പോയിക്കൊള്ളുമെന്ന് പറഞ്ഞ് അതിനെ വളർത്തുവാൻ പറ്റുന്ന അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗിക്കാതെ, ആ സാഹചര്യങ്ങളെ വിലക്കെടുക്കാതെ അതിൽ നിന്ന് ഉദാസീനതയോട് മാറിപ്പോയാൽ ആ വേല അല്ലെങ്കിൽ ആ പ്രവൃത്തി ആരെ താല്പര്യത്തോടെ ചെയ്യുന്നുവോ അവന് അതിൻ്റെ പ്രതിഫലം ഉണ്ടാകുമ്പോൾ ഈ സമയം കഴിഞ്ഞുപോയി കഴിഞ്ഞ ചിലർ ഇനി ഇതൊക്കെ ഒന്ന് വിപുലമാക്കാമെന്ന് പറഞ്ഞ് കടന്നു വരുമ്പോൾ സാഹചര്യം അവൻ്റെ മുൻപിൽ നിന്ന് മാറിപ്പോകും. അക്കാലം അവൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ഇത് ദുഷ്ടതയുള്ള കാലമാണ്. കാരണം ആര് താല്പര്യത്തോടു കൂടി അതിനുവേണ്ടി പ്രയത്നിക്കുന്നുവോ ആ പ്രയത്നിക്കുന്നവൻ്റെ മേൽ ആ പ്രയത്നത്തിൻ്റെ ഫലം ലഭിക്കുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ഇത് കോണ്ടസ്റ്റിലാണെങ്കിൽ അടുത്തത് അതിൻ്റെ ഉള്ളിൽ ആത്മീകമായി ഹല്ലേലൂയ ഒരു മർമ്മം മറഞ്ഞിരിപ്പുണ്ട്. നാം എല്ലാവരും ആത്യന്തികമായി നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ, ഒരു കച്ചവടക്കാരൻ തൻ്റെ കച്ചവടത്തിൻ്റെ സാധ്യതകളെ ഹല്ലേലൂയ ഉപയോഗപ്പെടുന്നത് പോലെ ഈ ദുഷ്ട കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ, ഈ ദുഷ്ടകാലത്തിൽ പ്രത്യാശയുടെ ഭാഗ്യകരമായ പദവിയുടെ ഹല്ലേലൂയ സാധ്യതകൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിനെ മുതലെടുക്കാതെ, ആ സാധ്യതകളെ ഉപയോഗിക്കാതെ ഉദാസീനതയോടുകൂടി ദൈവനാമത്തിന് ഹല്ലേലൂയ വേണ്ടി നിലകൊള്ളാതെ പോയാൽ ഈ കാലം നിന്നെ വിട്ട് കടന്നു പോകും. നീ ഹല്ലേലൂയ ഒന്ന് ഉണർന്ന് ഹല്ലേലൂയ ആത്മീകമായി ശാരീരികമായി എല്ലാം വീണ്ടും ഒന്ന് മെച്ചപ്പെട്ടു വരാമെന്ന് കരുതിയാൽ ഈ കാലം നിന്നെ വിട്ട് കടന്നു പോകും. നീ ഉണർന്നു വരുമ്പോൾ സാഹചര്യം നിനക്ക് അനുകൂലമല്ലാതെയായി വരും. ഹല്ലേലൂയ പ്രാർത്ഥനകളുണ്ട്, ഹല്ലേലൂയ ഉപവാസങ്ങളുണ്ട്, ആത്മീക കൂട്ടായ്മകളുണ്ട്. എന്നാൽ ആർക്കും ഹല്ലേലൂയ കൂട്ടായ്മകൾ വേണ്ട. ഹല്ലേലൂയ ആത്മീകമായ നന്മകൾ വേണ്ട. എന്നാൽ ഹല്ലേലൂയ ഒരു കാര്യം ദൈവസന്നിധിയിൽ വ്യക്തമായി മനസ്സിലാക്കണം, ഇത് ദുഷ്ടകാലമാണ്. സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ കരയുവാൻ, ഉപവസിക്കുവാൻ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ആരോഗ്യം, ബലം പ്രാഗൽഭ്യം തരുമ്പോൾ കാലഘട്ടത്തിൻ്റെ ഹല്ലേലൂയ പഴുതുകളെ തിരിച്ചറിയാതെ ഹല്ലേലൂയ ഉദാസീനതയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഈ കാലം നമ്മെ വിട്ട് കടന്നു പോകും. നാം ആഗ്രഹിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ കരങ്ങളിൽ എത്തിപ്പെടാതെ വരും. അപ്പോസ്തലൻ പറയുക, അതുകൊണ്ട് ഒരു കച്ചവടക്കാരൻ തൻ്റെ കച്ചവട സാധ്യതകളെ തിരിച്ചറിഞ്ഞ് തനിക്ക് നന്മ ഉണ്ടാക്കുവാൻ
പ്രയത്നിക്കുന്നത് പോലെ നിത്യമായ നന്മയിലേക്ക്, നിത്യമായ കരുതലിലേക്ക്, നിത്യമായ നിക്ഷേപത്തിലേക്ക് ആമേൻ ഒരു കരുതലിൻ്റെ കാലഘട്ടമായത്. ഈ കാലഘട്ടത്തെ ഹല്ലേലൂയ വെറുതെ ആമേൻ ഹല്ലേലൂയ അലക്ഷ്യമാക്കി കളയരുത്, വെറുതെ ഹല്ലേലൂയ ഇല്ലാതെയാക്കി കളയരുത്. ദൈവസന്നിധിയിൽ ലഭിക്കുന്ന 10 നിമിഷമാണെങ്കിൽ 10 നിമിഷം ദൈവസന്നിധിയിൽ വില കൊടുത്ത് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നു എങ്കിൽ ദുഷ്ടകാലഘട്ടത്തിൽ നിന്നെ സൂക്ഷിക്കുവാൻ, നിനക്ക് വേണ്ടി ഒരു സംരക്ഷണം ഒരുക്കുവാൻ, നിനക്ക് വേണ്ടി ചില നിക്ഷേപങ്ങളെ ഒരുക്കി വയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണെന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. ആൾക്കാർ ആമേൻ കൂടുതൽ വരട്ടെ കുറഞ്ഞു പോകട്ടെ നമ്മുടെ വിഷയമല്ല. നാം അധിവസിക്കുന്ന സമയത്തിന് ദൈവവചനം വിളിച്ചു പറയുന്ന പേര് മറന്നു പോകരുത്. ഇത് ദുഷ്ടകാലഘട്ടമാണ്. നീതിയോടെ ജീവിച്ചിട്ട് നീതി ലഭിക്കാത്ത കാലം, ആമേൻ സ്നേഹിച്ചിട്ട് സ്നേഹം ലഭിക്കാത്ത കാലം, ആമേൻ കരുതിയിട്ട് കരുതൽ ലഭിക്കാത്ത കാലം, ആമേൻ ഹല്ലേലൂയ നന്മകൾ മറന്നു പോകുന്ന കാലം, അനുഭവിച്ച ആമേൻ ശ്രേഷ്ഠതകൾ മറന്നു പോകുന്ന കാലം. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു ഇത് ദുഷ്ടകാലമാ, ഇത് ദുഷ്കാലമാ. ആമേൻ ഈ ദുഷ്കാലത്തിൽ നിന്റെ സമയത്തിൻ്റെ ആമേൻ മൂല്യത നീ തിരിച്ചറിയണം. നിനക്ക് ആയുസ് തന്ന, നിനക്ക് ആരോഗ്യം തന്ന, നിനക്ക് പ്രാർത്ഥിപ്പാൻ ബലം തന്ന, ആമേൻ പ്രാർത്ഥിപ്പാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി തന്ന ദൈവത്തിൻ്റെ മഹത്വകരമായ ആമേൻ ഹല്ലേലൂയ പദ്ധതിയെ തിരിച്ചറിയാതെ ദുഷ്ടകാലത്തിൻ്റെ അധീനതയിൽ പെട്ടുപോകരുതെന്ന് ആത്മാവിൻ്റെ ആലോചന വിളിച്ചു പറയുകയാണ്. അടുത്തൊരു പദപ്രയോഗം കൂടെ ആമേൻ ഹല്ലേലൂയ അത്രയും പറഞ്ഞുകൊണ്ട് ദുഷ്ടകാലത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വാക്കുകളിൽ നിന്ന് ഞാൻ മാറിപ്പോകുകയാണ്. അടുത്തത് ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. പൗലോസ് ലേഖനം എഴുതി ഉറപ്പിക്കുമ്പോൾ വളരെ ശക്തമേറിയ ആമേൻ ഒരൊറ്റ വാക്കുകൊണ്ട് സഭയെ ഉറപ്പിക്കുന്നൊരു കാര്യം, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. പലപ്പോഴും നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചുമൊക്കെ ദൈവത്തോട് ചോദിക്കുന്നതാണ്. എന്നാൽ നാം ആഗ്രഹിക്കുന്ന ഇഷ്ടങ്ങളുടെ പുറകിൽ ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ടോ? നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പുറകിൽ ദൈവത്തിൻ്റെ ഹിതം അതിൻ്റെ പൂർണ്ണതയിൽ ആമേൻ അതിൽ വെളിപ്പെടുന്നുണ്ടോ? നമ്മുടെ ഇഷ്ടങ്ങളുടെ പുറകിൽ ആമേൻ ഹല്ലേലൂയ ശത്രുവിൻ്റെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? നാം അതിനെ തിരിച്ചറിയാതെ പോകരുത് എന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ ആലോചന വിളിച്ചു പറയുക. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ആമേൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച ആമേൻ അരുളപ്പാട് സഭയോട് പറഞ്ഞിട്ട് അവരെ ഉറപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിഹീനരാകരുത്, നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ പുറകിൽ ദൈവത്തിൻ്റെ ഹിതമുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, എനിക്കൊരിഷ്ടമുണ്ട്, ആ ഇഷ്ടം അങ്ങേക്കിഷ്ടമുള്ളതാണോ എന്ന് ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ചോദിക്കുന്നില്ല എങ്കിൽ വചനം നമ്മെക്കുറിച്ച് പറയുന്ന പേര് ബുദ്ധിഹീനർ. നാം ബുദ്ധിയില്ലാത്തവരായി തീരാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. റോമാലേഖനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ആമേൻ. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ബുദ്ധികെട്ടവരായി ജീവിക്കുവാനല്ല, നല്ല ബുദ്ധിയുള്ളവരായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി, ആമേൻ ദൈവത്തിന് ഹിതമുള്ള യാഗമായി, ദൈവം പ്രസാദിക്കുന്ന ആമേൻ വ്യക്തികളായി തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ ദൈവവചനത്തിൻ്റെ കീഴിൽ, വചനത്തിൻ്റെ ആഴങ്ങളിൽ ചിലയിടങ്ങളിൽ ആമേൻ ഹല്ലേലൂയ നാം ഒന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് ചില വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ആമേൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 12-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. ഒന്നുകൂടി ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ.
ആമേൻ, സ്തോത്രം. യഹോവ തൻ്റെ മഹത്തായ നാമനിമിത്തം തൻ്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തൻ്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഹല്ലേലൂയ. നാം ഇന്ന് പകൽക്കാലം ചിന്തിച്ചു വച്ച വാക്യത്തിൽ നിങ്ങൾ ബുദ്ധിഹീനരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ഇന്നത്തെ പകലിൽ പ്രിയമുള്ള ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുള്ളൊരു പദപ്രയോഗം എടുത്തു പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ ആ വചനത്തിലേക്ക് വരികയാണ്. നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തെ അറിഞ്ഞത് നിമിത്തം, അല്ലെങ്കിൽ സാഹചര്യം ദൈവത്തെ പൂർണ്ണമായി പിൻപറ്റുവാൻ നമുക്കൊരവസരം തന്നതുകൊണ്ട് നാം ഈ വചനത്തിൻ്റെ ആഴങ്ങളും സത്യങ്ങളും അറിയുന്ന ഈ ദൈവഹിതത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ഇത് യാദൃച്ഛികമായി ഉണ്ടായ ഒരു കാര്യമല്ല എന്ന് ശമൂവേൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു. ശമൂവേൽ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാ: യഹോവ തൻ്റെ മഹത്തായ നാമനിമിത്തം തൻ്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തൻ്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരുന്നു. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കടന്നു വന്നത് നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടല്ല. തൻ്റെ ജനമാക്കുവാൻ ലോകത്തിൻ്റെ സ്ഥാപനത്തിന് മുൻപേ തൻ്റെ സ്വർഗീയ പദ്ധതിയിൽ ഞാനും നിങ്ങളുമൊക്കെ ആയിരുന്നത് കൊണ്ട് തൻ്റെ ജനമാക്കുവാൻ യഹോവയ്ക്ക് നിങ്ങളെക്കുറിച്ച് ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കടന്നു വന്നത്. ഇനി വായിച്ച വാക്യത്തിൻ്റെ ഹല്ലേലൂയ ചരിത്രങ്ങളിലൂടെ ഒന്ന് കടന്നുപോയി കഴിയുമ്പോൾ, ശമൂവേൽ വൃദ്ധനായി പ്രവാചകനായി തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ 12-ാം വാക്യത്തിൻ്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു. നിങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി, എൻ്റെ മക്കളും നിങ്ങളോട് കൂടെയുണ്ട്. എന്നിട്ട് ശമൂവേൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഞാൻ ഒരുത്തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തൻ്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവൻ്റെ അഭിഷിക്തൻ്റെയും മുമ്പാകെ എൻ്റെ നേരെ സാക്ഷീകരിപ്പീൻ, ഞാനത് മടക്കിത്തരാം. ഒരു കൂട്ടം ജനം, ഇസ്രായേൽ ജനം, ശമൂവേൽ അവർക്ക് പ്രവാചകനായി ദൈവത്തിങ്കൽ നിന്നുള്ള അരുളപ്പാട് വാങ്ങിച്ചിട്ട് അവർക്ക് എങ്ങനെ നടക്കണം, എങ്ങനെ ഹല്ലേലൂയ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണം, പ്രമാണം എവിടെങ്കിലും ലംഘിച്ചാൽ ഹല്ലേലൂയ അടുത്ത നിമിഷത്തിൽ ശമൂവേൽ അവരുടെ മുൻപിലെത്തും. എന്നിട്ട് അവരോട് പറയും: ദൈവത്തിൻ്റെ ഹിതമല്ല നിങ്ങളിപ്പോൾ നിവർത്തിച്ചത്, ദൈവത്തിന് നിങ്ങളോട് അനിഷ്ടം തോന്നിയിരിക്കുന്നു, അതുകൊണ്ട് മടങ്ങി വരിക. ഹല്ലേലൂയ അവരുടെ പാപങ്ങൾക്കൊത്തവണ്ണം അവരോട് യാഗം കഴിച്ച് ദൈവസന്നിധിയിൽ നിവർത്തിച്ച് നിരപ്പാക്കിക്കൊണ്ടിരുന്ന ദൈവത്തിങ്കൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച പ്രവാചകന്റെ മുമ്പിൽ അവർ ഒരു കാര്യം ആവശ്യപ്പെട്ടു: നിന്റെ അരുളപ്പാടും നിന്റെ ആലോചനകളും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ലോകപ്രകാരം ഞങ്ങളെ ഭരിക്കുവാൻ ഒരു രാജാവിനെ വേണം. ശമൂവേൽ പറയുന്നു: നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാൻ നിങ്ങൾക്കൊരു രാജാവിനെ ദൈവത്തിങ്കൽ നിന്നും പ്രാപിച്ച് ദൈവത്തോട് ചോദിച്ചിട്ട് ഞാൻ ഒരുത്തനെ രാജാവായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അഭിഷേകം ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം എന്നോട് പറയണം: ഞാൻ നിങ്ങളുടെ വല്ലതിനെ മോഹിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ വല്ലതും ആഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും ന്യായത്തെ ഞാൻ ഇല്ലാതെയാക്കി തീർത്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ദൈവത്തിൻ്റെ മുൻപാകെ ഞാൻ നിങ്ങൾക്കത് മടക്കിത്തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് ഹല്ലേലൂയ
ആമേൻ ജനത്തിൻ്റെ ഇടയിൽ ജനം ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി ആമേൻ അതുവരെ ദൈവികാലോചന പ്രാപിച്ചിടത്ത് നിന്ന് മാനുഷിക ആലോചന പ്രാപിക്കുന്ന ഇടത്തിലേക്ക് ജനം മാറിപ്പോയപ്പോൾ ശമൂവേൽ നിന്നിട്ട് വിളിച്ചു പറയുകയാണ്, ആമേൻ നിങ്ങൾ മാനുഷിക ആലോചനകൾക്ക്, മാനുഷിക ചിന്തകൾക്ക്, മാനുഷികമായ ആമേൻ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയത്തെ വേർതിരിച്ചു. എന്നാൽ ഹല്ലേലൂയ, ഞാൻ പ്രാപിച്ചതൊക്കെ ദൈവത്തിങ്കൽ നിന്നായിരുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ അരുളപ്പാട് ഞാൻ പ്രാപിച്ചത് കൊണ്ട് നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ ചതിവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടത് പറക. ജനം പറയുന്നു, ഇല്ല ശമൂവേലേ, നീ ഞങ്ങളോട് യാതൊരു ദോഷവും ചെയ്തിട്ടില്ല, നീ ഞങ്ങളോട് യാതൊരു ആമേൻ അകൃത്യവും ചെയ്തിട്ടില്ല. ആമേൻ ഹല്ലി. ഇത് പറയുമ്പോൾ ശമൂവേൽ പറഞ്ഞു, നിങ്ങളുടെ വെറും വാക്കെനിക്ക് ആവശ്യമില്ല. ഞാൻ ദൈവത്തിങ്കൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ചവനാണെങ്കിൽ ഈ ഗോതമ്പ് കൊയ്ത്തിൻ്റെ കാലത്ത് ആമേൻ ഹല്ലേലൂയ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പോകുകയാ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഇടിമിന്നലും മഴയും നിങ്ങളുടെ ഇടയിൽ അയക്കുമെന്ന്. ആമേൻ. അടുത്ത നിമിഷത്തിൽ ശമൂവേൽ അവിടെ നിന്ന് കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കൊയ്ത്തിന്റെ കാലത്ത് ഇടിമിന്നലും മഴയും ഇസ്രായേലിൽ കടന്നു വരുവാനിടയായി തീർന്നു. ജനം ശമൂവേലിന്റെ മുമ്പാകെ നിലവിളിച്ചിട്ട്, ശമൂവേലേ, നീ ദൈവത്തിൻ്റെ ദാസനാ, നീ ദൈവത്തിൻ്റെ അരുളപ്പാടുള്ളവനാ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ആമേൻ ഹല്ലേലൂയ ശമൂവേലിനോട് ആമേൻ നിലവിളിച്ചപ്പോൾ ശമൂവേൽ പറഞ്ഞ മറുപടിയാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ചു കേട്ടത്. നിങ്ങളെ ആമേൻ ഹല്ലേലൂയ തൻ്റെ ജനമാക്കി എടുക്കുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന് നിങ്ങൾ അറിയണം. ഇത്രയും പറഞ്ഞിട്ട് ഹല്ലേലൂയ വേഗത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള ആത്മീക മർമ്മത്തിലേക്കൊന്ന് കടന്നു പോകട്ടെ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇത് ദുഷ്കാലമാണ്, സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം, ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. ദൈവത്തിങ്കൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച ശമൂവേലിനെ തിരിച്ചറിയാതെ ആമേൻ ജനം ഹല്ലേലൂയ ലോകപ്രകാരമുള്ള അധികാരങ്ങൾക്കും ലോകപ്രകാരമുള്ള ആമേൻ അനുഭവങ്ങൾക്കും വഴിമാറിപ്പോയപ്പോൾ ആമേൻ കരയുന്ന ശമൂവേലിന്റെ കണ്ണുനീർ ദൈവസന്നിധിയിൽ ഉയർന്നപ്പോൾ ദൈവപ്രവൃത്തി ആമേൻ കൊയ്ത്തിന്റെ അനുഭവം മാറ്റിവെക്കേണ്ട ഇടത്ത് ആമേൻ ഹല്ലേലൂയ ഇടിയും മിന്നലും കടന്നു വന്നിട്ട് ജനം ദൈവത്തോട് നിലവിളിക്കേണ്ടുന്ന നിലവാരത്തിലേക്ക് മാറിപ്പോയെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിങ്കൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച സമയത്തെ തിരിച്ചറിയാതെ കടന്നുപോയ ജനം ആമേൻ ഹല്ലേലൂയ ശമൂവേലിന്റെ വാക്കിന്റെ മുൻപിൽ നിലവിളിച്ചെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എന്തിനാ ഈ വചനം എഴുതി വച്ചിരിക്കുന്നതെന്നറിയാമോ? ആമേൻ. മറന്നു പോകരുത്. ദൈവവചനത്തിന് അതിൻ്റെതായ ആഴമുണ്ട്, അതിൻ്റെതായ അർത്ഥമുണ്ട്. ആമേൻ. പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ആകാശം മാറിപ്പോയാലും ഭൂമി നീങ്ങിപ്പോയാലും അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല എന്ന് പകൽക്കാലം ഹല്ലേലൂയ വെളിപ്പെടുത്തുവാനാ ശമൂവേലിന്റെ ആമേൻ അനുഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ കുറിച്ചു വെച്ചത്. ദൈവിക അരുളപ്പാടുകൾ ആമേൻ ഹല്ലേലൂയ അതിനർഹിക്കുന്ന വില കൊടുക്കാതെ ലോകത്തിൻ്റെ തിരഞ്ഞെടുപ്പിനും ലോകത്തിൻ്റെ നീതിക്കും ലോകത്തിൻ്റെ വിധിയെഴുത്തിനും പോയാൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ജനം ഒരുമിച്ച് നിലവിളിച്ചിട്ടും അവരുടെ ഗോതമ്പ് കൊയ്ത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇടിയും ദൈവത്തിൻ്റെ മഴയും ആമേൻ ഹല്ലേലൂയ വെളിപ്പെട്ടു വന്നെങ്കിൽ പ്രിയമുള്ളവരെ ആമേൻ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുക, സമയത്തെ തിരിച്ചറിയണം, കാലഘട്ടത്തെ തിരിച്ചറിയണം, ദൈവം തെരഞ്ഞെടുത്തവനെ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ അരുളപ്പാടുള്ളവനെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ജനമൊപ്പാടെ ജനമൊന്നടങ്കം ദൈവസന്നിധിയിൽ കരഞ്ഞു, ശമൂവേലേ ഈ മഴ മാറണം, ഈടി നിന്നു പോകണം. ശമൂവേൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇടിയും മിന്നലും നിന്നുപോയെന്ന് വചനത്തിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. ഇത് വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട്. ഇത് ദുഷ്കാലമാകയാൽ ബുദ്ധിഹീനരാകാതെ, എന്തിനാ ആമേൻ ആ പദപ്രയോഗം എഴുതി വച്ചിരിക്കുന്നതെന്നറിയാമോ? ബുദ്ധി
ബുദ്ധിഹീനർക്ക് സംഭവിച്ചത് ശമൂവേലിൻ്റെ ചരിത്രത്തിൽ ചരിത്രമായി ഇന്നും നിലകൊള്ളുന്നു എങ്കിൽ ആമേൻ ഹല്ലേലൂയ, ധന്യനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ വീണ്ടും ഉറപ്പിക്കുകയാ, ആമേൻ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇത് ദുഷ്കാലമാ. ഈ ദുഷ്കാലത്തിൽ നാം തള്ളപ്പെട്ടു പോകുവാനിടയാകരുത്, ബുദ്ധിഹീനരായി തീരരുത്. നമ്മുടെ ബുദ്ധി വെച്ചിട്ട് ആമേൻ ലോകത്തിൻ്റെ ന്യായങ്ങളല്ല നാം ചോദിക്കേണ്ടുന്നത്. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ന്യായവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടുന്നതിന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ തൻ്റെ മഹത്വകരമായ പദവിയും ആമേൻ പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത് നമുക്ക് ഈ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. അതേ ആമേൻ ഭാഗം നാം ഇങ്ങോട്ട് ചിന്തിച്ചു വരുമ്പോൾ 1 ശമൂവേൽ 16:22 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. 1 ശമൂവേൽ 16:22. നാം ചിന്തിച്ചത് ഇഷ്ടങ്ങളെ കുറിച്ചാണ്. അടുത്തൊരു ഇഷ്ടം ആകയാൽ ശൗൽ ഇശ്ശായിയുടെ അടുത്ത് ആളിനെ അയച്ചിട്ട്, എനിക്ക് ദാവീദിനോട് ഇഷ്ടം തോന്നിയിരിക്കുന്നു, അവൻ എൻ്റെ അടുക്കൽ താമസിച്ചു കൊള്ളട്ടെ എന്ന് ആളയച്ച് പറയിച്ചു. ഹല്ലേലൂയ. അടുത്തൊരു വാക്യം കൂടെ ഉണ്ട്. അതേ 16-ാം അധ്യായത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ആമേൻ ഹല്ലേലൂയ. 2 വാക്യങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ പല ഇഷ്ടങ്ങളുടെയും പുറകിലുള്ള പദ്ധതികൾ എന്താണെന്ന് തിരിച്ചറിയണമെന്ന് ആമേൻ ആത്മാവ് നമ്മോട് ഓർമ്മിപ്പിച്ചു. അവിടെ 16-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിച്ചത് ആമേൻ ശൗലിന് ദാവീദിനോട് ഇഷ്ടം തോന്നി, അവനെ ആളയച്ച് എൻ്റെ അടുക്കൽ താമസിപ്പിക്ക എന്ന് പറയിച്ചു. അങ്ങനെ പറയിച്ച ശൗലിൻ്റെ ജീവിതത്തിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദിനോട് അനിഷ്ടം തോന്നി. ഹല്ലേലൂയ. ജീവിതത്തിൽ ദാവീദിന്റെ മേൽ പകർന്ന ദൈവകൃപ ശൗലിൻ്റെ ജീവിതത്തിൽ വിടുതലിന് കാരണമായപ്പോൾ ആമേൻ ശൗലിന് ദാവീദിനോട് ഇഷ്ടം തോന്നി. എന്നാൽ അതേ ദൈവകൃപയുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ദാവീദ് ആമേൻ ശൗലിൻ്റെ നേരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുകയും ശൗലിൻ്റെ മേലുള്ള അശുദ്ധാത്മാവിനെ മാറ്റിക്കളയുകയും ശൗലിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ വൻ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ദാവീദിനോട് ഇഷ്ടം തോന്നി. ആമേൻ ശുശ്രൂഷകൾ ആമേൻ ശൗലിൻ്റെ ജീവിതത്തിൽ ആമേൻ വിടുതലുകളായി തീർന്നപ്പോൾ ദാവീദിനോട് ഇഷ്ടം തോന്നി. എന്നാൽ ആമേൻ ശൗലിനേക്കാൾ അധികം ദാവീദിന് മാന്യത ലഭിച്ചു എന്ന് തോന്നിയപ്പോൾ ശൗലിന് അതേ ദാവീദിനോട് അനിഷ്ടം തോന്നി. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ദൈവം നീതിമാൻ, ന്യായമുള്ളവൻ, നീതി ആമേൻ മാറിപ്പോകാത്തവൻ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഈ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനും വിടുതലിനുമൊക്കെ കാരണമായപ്പോൾ നമ്മോട് പലർക്കും ഇഷ്ടം തോന്നി. എന്നാൽ ഹല്ലേലൂയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഹല്ലേലൂയ പദ്ധതികൾ ഉയർന്നു വന്നപ്പോൾ ഇഷ്ടം തോന്നിയ വ്യക്തികൾക്ക് തന്നെ അനിഷ്ടം തോന്നി. ആമേൻ കൊന്നുകളയുവാൻ
പദ്ധതികളെ ഒരുക്കി തീർത്തപ്പോൾ, ഇല്ലാതെയാക്കി കളയുവാൻ പദ്ധതികളെ ഒരുക്കി വെച്ചപ്പോൾ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ തിരിച്ചറിയണം, ബുദ്ധിഹീനരായി പോകരുത്. ചില ഇഷ്ടങ്ങളുടെ പുറകിലുള്ള ആമേൻ ഹല്ലേലൂയ അജണ്ടകൾ, ഹല്ലേലൂയ ചില ഇഷ്ടങ്ങൾ, ഹല്ലേലൂയ നിന്നോടുള്ള താല്പര്യത്തിലുള്ളതാണോ അല്ല കാര്യസാധ്യത്തിന് വേണ്ടി ഉള്ളതാണോ എന്ന് തിരിച്ചറിയണമെന്ന് ആത്മാവിൻ്റെ ദൂത് വിളിച്ചു പറയുക. നിങ്ങൾ ബുദ്ധിഹീനരായി പോകരുത്. ആത്മാവിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയുന്നവരായി തീരണം. പലപ്പോഴും നമ്മോട് കാണിക്കുന്ന ഇഷ്ടങ്ങൾ ആമേൻ ഹല്ലേലൂയ അനിഷ്ടങ്ങളായി മാറുവാൻ അധികം സമയം വേണ്ടതില്ല എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, വചനത്തിൻ്റെ ആഴമാണ്. ആർക്കു വേണ്ടി, ആരുടെ ദുരാത്മാവിനെ പുറത്താക്കുവാൻ ദാവീദ് കിന്നരം വായിച്ചുവോ, ആരുടെ ശത്രുവിനെ ഇല്ലാതെയാക്കുവാൻ ദാവീദ് കല്ലുകളെ എടുത്തുവോ, അവനോട് തോന്നിയ ഇഷ്ടം നിമിഷ നേരം കൊണ്ട് അനിഷ്ടമായി മാറിയത് എങ്ങനെ? ആമേൻ ഹല്ലേലൂയ. തൻ്റെ താല്പര്യങ്ങൾക്ക് ആമേൻ ഹല്ലേലൂയ ആമേൻ വഴിപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ തോന്നിയ ഇഷ്ടം അനിഷ്ടമായി മാറുവാൻ ഇടയായി തീർന്നു. ഞാൻ എന്തിനാ ആമേൻ ഹല്ലേലൂയ വചനത്തിൻ്റെ ആഴങ്ങളൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇനി നമുക്കാർക്കും തെറ്റുപറ്റരുത്. ആമേൻ ബുദ്ധിഹീനരായി ജീവിക്കരുത്. ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? ആമേൻ ഹല്ലേലൂയ എഫേസ്യർക്ക് ആമേൻ ഹല്ലേലൂയ ലേഖനം എഴുതുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണത്തോടുകൂടി ആമേൻ പാപത്തോട് ആമേൻ ഹല്ലേലൂയ വിട പറഞ്ഞ്, ആമേൻ പാപത്താൽ നിറയപ്പെട്ടതിനോട് വിട പറഞ്ഞ്, പാപത്തിൽ ജീവിക്കുന്നവനോട് വിട പറഞ്ഞ്, പാപത്തിൽ മുഴുകി നിൽക്കുന്നവനോട് വിട പറഞ്ഞ്, ആമേൻ ശുദ്ധീകരണത്തോടെ നിൽക്കുന്നില്ല എങ്കിൽ, ദുഷ്കാലത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ ദുഷ്ടതയിൽ കുടുങ്ങി, ആമേൻ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്തവരായി ഞാനും നിങ്ങളും മാറ്റപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. പൗലോസ് ഒരു വാക്കിൽ ആമേൻ ഹല്ലേലൂയ ഇത് ദുഷ്കാലമാണെന്നും ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറയുമ്പോൾ, വചനത്തിൻ്റെ ആഴങ്ങൾ ആമേൻ ഓരോ ഇടങ്ങളിൽ അത് വ്യക്തമായി വെളിപ്പെടുത്തി വച്ചിരിക്കുകയാണ്. മറ്റുള്ള ഇഷ്ടങ്ങളുടെ പുറകെ പോകുമ്പോൾ കുറച്ചു കഴിയുമ്പോൾ ആ ഇഷ്ടം അനിഷ്ടമായി മാറിത്തീരുവാനിടയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് തിരിച്ചറിയണം. നിൻ്റെ ഇഷ്ടങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് വയ്ക്കണം. ദൈവത്തോട് ചോദിക്കണമെന്നേ. അവനെ പോലെ ആമേൻ അറിവുള്ളവൻ ആർ? അവനെ പോലെ ഭാവിയെ വെളിപ്പെടുത്തുന്നവനാർ? അവനെ പോലെ കഴിഞ്ഞു പോയതിനെ ഓർമ്മിപ്പിച്ച് ആമേൻ ഹല്ലേലൂയ ആമേൻ ഉറപ്പിക്കുന്നവനാരാ? നാം പല കാര്യങ്ങൾ മറന്നുപോയാലും ദൈവം മറക്കത്തില്ല. ദൈവം അബ്രഹാമിനോട് വാക്കു പറഞ്ഞു, നിനക്ക് ഞാൻ സന്തതിയെ തരുമെന്ന്. ആമേൻ ഹല്ലേലൂയ. കുറച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം മറന്നുപോയി. ദൈവം എനിക്ക് ആമേൻ ഹല്ലേലൂയ എനിക്ക് കൂട്ടായി തന്നതിൽ നിന്ന് തരുമെന്ന് പറഞ്ഞത് അബ്രഹാം മറന്നുപോയി. എന്നാൽ വാക്ക് പറഞ്ഞവൻ മാറിയില്ല. അവൻ അടുത്ത് ചെന്നിട്ട് വിളിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയം നിന്റെ പ്രതിഫലവുമാകുന്നു. പ്രിയമുള്ളവരെ, ഇഷ്ടങ്ങളുടെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ടോ എന്ന് ദൈവത്തോട് ചോദിക്കുകയല്ലാതെ മാനുഷികമായ ഇഷ്ടങ്ങളുടെ പുറകെ പോയാൽ ആമേൻ ഹല്ലേലൂയ അതിൻ്റെ പുറകിൽ ആമേൻ മറഞ്ഞിരിക്കുന്ന കണികൾ ഹല്ലേലൂയ ആമേൻ തിരിച്ചറിയുവാൻ വൈകിപ്പോകും. ദാവീദിന് ശൗല് ഇഷ്ടം തോന്നിയപ്പോൾ മറുത്തൊന്നും പറയാതെ ശൗലിൻ്റെ ഭവനത്തിൽ ചെന്ന് ആമേൻ ദാവീദ് താമസം ആരംഭിച്ചു. എന്നാൽ അത് അനിഷ്ടമായി മാറുവാൻ അധികം സമയം വേണ്ടി വന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആമേൻ ബുദ്ധിഹീനരാകാതെ ബുദ്ധിയുള്ളവരായി ദൈവഹിതം ദൈവത്തിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മീക ജീവിതം മുൻപോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ വൻ കാര്യങ്ങളെ, വലിയ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും.
ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. ഹോശേയ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഹോശേയ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എഫ്രൈമിന് മാനുഷിക കൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയതുകൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനും ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിവിടുമ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് വളരെ വ്യക്തമായി ദൈവവചനം എഴുതി വച്ചിരിക്കുക. എഫ്രൈമിന് മാനുഷിക കൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയതുകൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനും ആയിരിക്കുന്നു. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സന്തതി അവൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയുക, അവനും ഒരിഷ്ടം തോന്നി. അവൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ മാനുഷികമായ കൽപ്പനകൾ അനുസരിച്ച് നടക്കാനായിരുന്നു അവന് താല്പര്യം കൂടുതൽ. ദൈവം കൊടുത്ത ന്യായപ്രമാണവും ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ ഹിതവും തിരിച്ചറിയാതെ മാനുഷിക കൽപ്പന അനുസരിച്ച് നടക്കുവാൻ എഫ്രൈമിന് ഇഷ്ടം തോന്നി. ആരാ എഫ്രൈം? ആമേൻ. ദൈവവചനം വിളിച്ചു പറയുന്നു. ആമേൻ ഹല്ലേലൂയ. യാക്കോബിൻ്റെ സന്തതിയായി, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ട, വാഗ്ദാന പ്രകാരം വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ സന്തതിയാ എഫ്രൈം. ആമേൻ ഹല്ലേലൂയ. എഫ്രൈമിനെ കുറിച്ച് പറയുന്നു, അവൻ എൻ്റെ തല, ആമേൻ ഹല്ലേലൂയ, തലക്കോരുകയാണ്. ആമേൻ, അവൻ എൻ്റെ ഹെൽമറ്റാണ്. ആമേൻ, തലയെ കവചമായി നിൽക്കുന്ന കവചമാണ്. ആമേൻ എഫ്രൈം. അങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ച ദൈവം, ആമേൻ ഹല്ലേലൂയ, ദൈവിക പദ്ധതിയിലേക്ക്, പിതാക്കന്മാരുടെ നിരയിലേക്ക് എടുത്തുയർത്തിയ എഫ്രൈമിന് മാനുഷിക കൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നി. അതുകൊണ്ട് അവൻ വ്യവഹാരത്തിൽ തോറ്റുപോകുവാനും അവൻ പീഡിപ്പിക്കപ്പെടുവാനും ഇടയായി തീർന്നു. ഹോശേയ പ്രവചനം വ്യക്തമായി പഠിക്കുമ്പോൾ ആമേൻ എഫ്രൈമിനെ കുറിച്ച് പല പല പേരുകൾ എടുത്തു പറഞ്ഞ് എഫ്രൈമിനെ കുറിച്ച് മാത്രമുള്ള ആലോചന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേരുള്ളവൻ, ദൈവം തിരഞ്ഞെടുത്ത, ദൈവം നേരിട്ട് അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ സന്തതിയായവനോട് പറയുക, നീ മാനുഷിക കൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയ കാലം മുതൽ നീ പീഡിപ്പിക്കപ്പെടുന്നവനും വ്യവഹാരങ്ങളിൽ തോറ്റുപോകുന്നവനുമായി തീർന്നിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വായിച്ചു വെച്ച വാക്യത്തിലേക്ക്, ആമേൻ, കുറിവാക്യത്തിലേക്ക് അതിനെ കൊണ്ടുവന്നൊന്ന് പരിശുദ്ധാത്മാവിനാൽ കണക്ട് ചെയ്യട്ടെ. പ്രിയമുള്ള ആമേൻ ദൈവജനമേ, ദൈവത്തിൻ്റെ സന്തതിയെ, ആമേൻ ഹല്ലേലൂയ, ശമൂവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ നീ തിരഞ്ഞെടുത്തതല്ല, നിന്നെ തൻ്റെ ജനമായി തിരഞ്ഞെടുപ്പാൻ അവൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് നീ അവൻ്റെ ജനമായി തീർന്നതാ. അങ്ങനെ അവൻ്റെ ഇഷ്ടപ്രകാരമുള്ള അവൻ്റെ സന്തതിയെ നീ മാനുഷിക കൽപ്പന അനുസരിച്ച് നടക്കേണ്ടുന്നവനല്ല. ദൈവിക കൽപ്പന അനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ബുദ്ധിഹീനനായി ജീവിക്കുവാനുള്ളവനല്ല, ബുദ്ധിയുള്ളവനായി ദൈവത്തിൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും അനുസരിച്ച് നടക്കുവാനുള്ള നിന്റെ ഹൃദയത്തിൽ മാനുഷിക കൽപ്പന അനുസരിപ്പാൻ എപ്പോഴെങ്കിലും തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചറിയണം, എന്ന് എഫ്രൈം മാനുഷിക കൽപ്പന അനുസരിച്ച് നടപ്പാൻ തീരുമാനിച്ചുവോ അന്ന് മുതൽ അവൻ പീഡിപ്പിക്കപ്പെടുന്നവനും വ്യവഹാരത്തിൽ തോറ്റുപോകുന്നവനുമായി തീർന്നു. നാം
തോറ്റുപോകുന്നവരായി ജീവിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജയിക്കുന്നവന് ആമേൻ ഞാൻ കിരീടം നൽകുമെന്നും, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കുമെന്നും, ജയിക്കുന്നവന് ഞാൻ കുതിരപ്പുറത്തിരിക്കുവാൻ അധികാരം കൊടുക്കുമെന്നും, ജയിക്കുന്നവന് ഇസ്രായേൽ ഗോത്രത്തോടൊപ്പം ആമേൻ ഹല്ലേലൂയ ന്യായം വിധിക്കുവാൻ, ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുവാൻ ഞാൻ അധികാരം കൊടുക്കുമെന്നും വാഗ്ദത്തം ചെയ്ത ദൈവം നിന്നെക്കുറിച്ച് നീ തോറ്റ് കാണുവാനല്ല ആഗ്രഹിക്കുന്നത്. എഫ്രൈമേ ആമേൻ ഹല്ലേലൂയ, നീ മാനുഷിക കൽപ്പനകളെ മാറ്റിവെക്കുക. ആമേൻ ബുദ്ധിഹീനതയുടെ കൽപ്പനകളെ മാറ്റിവെക്കുക. ആമേൻ ഹല്ലേലൂയ, ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതത്തിനെ അനുസരിച്ച് ആമേൻ മുൻപോട്ട് പോകുന്നു എങ്കിൽ ആമേൻ ഹല്ലേലൂയ, നിന്റെ വ്യവഹാരങ്ങളിൽ നീ വിജയിക്കുവാനിടയായിത്തീരും. നിന്നോട് വാദിക്കുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയോ ആയിത്തീരുമെന്ന് ആമേൻ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു. ആകയാൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിയണം. ഇത് ദുഷ്കാലമാ, ഇത് ദുഷ്ടത നിറഞ്ഞ കാലമാ. നിന്റെ സമയത്തെ നീ വ്യർത്ഥമായി ആമേൻ ചിലവഴിക്കരുത്. നിന്റെ സമയത്തെ നീ വെറുതെ ആമേൻ പാഴാക്കി കളയരുത്. നീ വ്യവഹാരത്തിൽ തോറ്റ് കാണുവാൻ നിന്നെ ഹല്ലേലൂയ ആരോടും ഒരു വാക്ക് ചോദിക്കാതെ സ്വന്തം ജനമാക്കി ആമേൻ തിരഞ്ഞെടുത്തവൻ, തിരഞ്ഞെടുപ്പാൻ ഇഷ്ടം തോന്നിയവൻ, ഹല്ലേലൂയ, അവൻ്റെ ഇഷ്ടം എന്താണെന്ന് നീ തിരിച്ചറിയണം. ആമേൻ, അവൻ്റെ ഇഷ്ടം പൂർണ്ണതയുള്ളതാണ്. അവൻ്റെ ഇഷ്ടം ആമേൻ നിലനിൽക്കുന്നതാണ്. അവൻ്റെ ഇഷ്ടം നിത്യതയോളം നിലനിൽക്കുന്നതാണ്. ആ ഇഷ്ടത്തെ തിരിച്ചറിയാതെ മാനുഷിക ഇഷ്ടങ്ങൾക്കും മാനുഷിക ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രതിക്രിയകൾക്കും ആമേൻ നീ ഇറങ്ങി പുറപ്പെട്ടാൽ എഫ്രൈമേ, നീ തോറ്റുപോകും. നീ വ്യവഹാരത്തിൽ തോറ്റുപോകും. നീ പീഡിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകും. ആമേൻ ഹല്ലേലൂയ. എന്നാൽ അവനെ വിടുവിക്കുവാൻ ഹല്ലേലൂയ അടുത്തൊരു വാക്യം ആമേൻ ഹല്ലേലൂയ എഫ്രൈമിനെ കുറിച്ച് ആമേൻ ഹല്ലേലൂയ ആമേൻ പല കാര്യങ്ങൾ ആമേൻ ദൈവവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ അതെല്ലാം വായിക്കുവാൻ ആമേൻ നമ്മുടെ മുമ്പാകെ സമയമില്ലല്ലോ. ഹല്ലേലൂയ. അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: എഫ്രൈം മരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്ന പശുക്കിടാവാകുന്നു. ഞാനതിൻ്റെ ഭംഗിയുള്ള കഴുത്തിൽ നുകം വയ്ക്കും. ഞാൻ എഫ്രൈമിനെ നുകത്തിൽ പിണയ്ക്കും. യഹൂദ ഉഴുകയും യാക്കോബ് കട്ട ഉടയ്ക്കേണ്ടി വരികയും ചെയ്യും എന്നിങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹാകരുണ ആമേൻ മറന്നു പോകരുത്. എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഹല്ലേലൂയ. ഇത് സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഈ ദുഷ്കാലത്തെ തിരിച്ചറിയാതെ പോകരുത്. ആമേൻ മാനുഷിക കൽപ്പനകളുടെ പുറകെ പോകരുത്. മാനുഷികമായ ആമേൻ ഹല്ലേലൂയ ആമേൻ പദ്ധതികളുടെ പുറകെ പോകരുത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് ബുദ്ധിഹീനരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് അടുത്തു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു, അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കും? ഹല്ലേലൂയ. കരുതുന്ന ആമേൻ ഹല്ലേലൂയ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ പദ്ധതി ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഹല്ലേലൂയ, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ആമേൻ ഹല്ലേലൂയ. 3 ആമേൻ ഹല്ലേലൂയ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ ആമേൻ ഇഷ്ടങ്ങളുടെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ആമേൻ പദ്ധതികളും ഹല്ലേലൂയ ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ തിരിച്ചറിയുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, മാനുഷിക കൽപ്പന അനുസരിച്ച് നടക്കുവാൻ എഫ്രൈമിന് ഇഷ്ടം തോന്നിയ കാലം മുതൽ ആമേൻ ഹല്ലേലൂയ വ്യവഹാരത്തിൽ തോറ്റുപോകുവാനും പീഡിപ്പിക്കപ്പെടുവാനും മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെടുവാനും കാരണമായി തീർന്നു. ഇന്നു പകലിൽ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മോട് ഇടപെടുന്നത് ആമേൻ ഇത് ദുഷ്ടകാലമാണ്. ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതത്തിനായി ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഹല്ലേലൂയ ഒരുങ്ങി ദൈവിക മർമ്മങ്ങളെ അരുളപ്പാടുകളെ തിരിച്ചറിഞ്ഞ് ആമേൻ ഹല്ലേലൂയ മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ
ആമേൻ ദൈവമായ കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. സഖരിയ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. നിങ്ങളിലാരും തൻ്റെ കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത്. ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. അടുത്ത ഒരിഷ്ടം ഹല്ലേലൂയ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു. നിങ്ങളിൽ ആരും കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത്. ഇതെല്ലാം ഞാൻ വെറുക്കുന്നുവല്ലോ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ എന്നേക്കും നിലനിൽക്കേണ്ടുന്നതാണ്. ആമേൻ. ആരുടെ നേരെയും ദോഷം നിരൂപിക്കരുത്, ആർക്ക് വിരുദ്ധമായി കള്ളസത്യം ചെയ്യരുത്. ഇത് ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല, ദൈവം അത് വെറുക്കുന്നു എന്ന് ദൈവവചനം വിളിച്ചു പറയുന്നു. ആമേൻ. വായിച്ച കുറിവാക്യം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ഇത് ദുഷ്കാലഘട്ടമാണ്. ആമേൻ. ഇത് സമയത്തെ തക്ക സമയത്തിൽ ഉപയോഗിക്കുക. ഈ സമയം നമ്മുടെ മുമ്പിൽ നിന്ന് കടന്നു പോകും. ഈ വാക്കുകൾ പരിശുദ്ധാത്മാവ് തന്നത്, ആമേൻ, അതതിൻ്റെ പൂർണ്ണതയിൽ അങ്ങനെ തന്നെ നിൽക്കും. ആമേൻ. നാം ആരും തള്ളപ്പെട്ടു പോകുവാൻ ഇടയായി തീരരുത്. ആരുടെ നേരെയും ദോഷം ചെയ്യരുത്, ആരുടെ നേരെയും ദോഷം വിചാരിക്കരുത്, ആരുടെ നേരെയും ദോഷം നിരൂപിക്കരുത്. കാരണം ഇത് ദുഷ്കാലമാണ്. സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ആമേൻ ഗ്രഹിച്ചുകൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നാം മുൻപോട്ട് പോകുന്നു എങ്കിൽ, ഹല്ലേലൂയ, ദൈവമായ കർത്താവ് നമ്മോട് അരുളി ചെയ്ത ആമേൻ ആലോചനകൾ, ആമേൻ, അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് വെളിപ്പെട്ടു വരുന്നത് കാണുവാനിടയായിത്തീരും. ഒരു വാക്യം കൂടെ വായിക്കാം. ആമേൻ. യെഹെസ്കേൽ പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചാൽ. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം, സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. മലിനമായതിനെ, മ്ലേച്ഛമായതിനെ, ദൈവത്തിൻ്റെ ഹിതമില്ലാത്തതിനെ പിന്തുടരുകയും അതിൻ്റെ ആലോചനകൾക്ക്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഇഷ്ടപ്പെട്ട് നടക്കുകയും ചെയ്യുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, 11-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ, അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. എന്നാൽ മലിനബിംബങ്ങളുടെയും മ്ലേച്ഛ വിഗ്രഹങ്ങളുടെയും ഇഷ്ടമനുസരിച്ച് നടക്കുന്നവർക്ക് ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവർക്ക് പകരം കൊടുക്കുമെന്ന് ആമേൻ ദൈവത്തിൻ്റെ അരുളപ്പാട്. ആമേൻ. ഹല്ലേലൂയ. മലിനതകൾക്ക് അനുസരിച്ച് നടക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. മ്ലേച്ഛതകൾക്കനുസരിച്ച്, ആമേൻ, ഹല്ലേലൂയ, പിന്തുടരുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ അവരുടെ തലമേൽ പകരം കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. ഇന്ന് പകൽക്കാലം, പ്രിയമുള്ളവരെ, ഇത് ദുഷ്കാലമാണ്. നമ്മുടെ മുൻപിലുള്ള സമയം, ഹല്ലേലൂയ, നാം തക്കത്തിൽ ഉപയോഗിക്കണം. ആമേൻ. നമ്മോട്, ആമേൻ, സംസാരിക്കുന്ന സംസാരങ്ങളിൽ, നമ്മോട് നടത്തുന്ന ഇടപാടുകളിൽ, നമ്മളോടുള്ള കൊടുക്ക വാങ്ങലുകളിൽ, ഹല്ലേലൂയ, മ്ലേച്ഛതയുടെ അനുഭവങ്ങൾ നമ്മെ പിന്തുടരുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് ഹിതമില്ലാത്തതിൻ്റെ അനുഭവങ്ങൾ നമ്മെ പിന്തുടരുന്നുണ്ടെങ്കിൽ, അതിനെ ബുദ്ധിഹീനരായി പിന്തുടരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ബുദ്ധിയുള്ളവരായി അതിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ്, വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. ഇന്ന് പകലിൽ, പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടമെന്താ? ദൈവത്തിൻ്റെ ഹിതമെന്താണ്? ആമേൻ. ആ ഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവെ സഹായിക്കണമേ എന്ന്, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൻ്റെ അരുളപ്പാടുകൾ
ദൈവവചനത്തിൻ്റെ ആലോചനകൾ ദൈവമായ കർത്താവ് നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ ആ ഹിതത്തെ തിരിച്ചറിയാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട്, ആമേൻ ഹല്ലേലൂയ, അതിനു വേണ്ടി നമ്മുടെ മുൻപിലുള്ള ദുഷ്കാലത്തെ തിരിച്ചറിയാതെ ആ ദുഷ്കാലത്തിന് വശംവദരായി അതിനനുസരിച്ച് ജീവിച്ചാൽ, ആമേൻ ഹല്ലേലൂയ, ഒരു വാക്യം കൂടെ പരിശുദ്ധാത്മാവ് ശക്തമായി ഓർമ്മിപ്പിക്കുന്ന ആമേൻ ഒരു ദൈവിക ആലോചനയുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം ആമേൻ 12-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം, 46 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 46-ഉം 47-ഉം വാക്യങ്ങൾ. അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസികളോടുകൂടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികിട്ടും. ആമേൻ ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഉപമകളിലൂടെ ആമേൻ ജനത്തെ പറഞ്ഞുറപ്പിക്കുകയും ജനത്തെ ബലപ്പെടുത്തുകയും ചെയ്ത ഉപമയുടെ സാരാംശം പറഞ്ഞിട്ട്, ആമേൻ ഹല്ലേലൂയ, നല്ലവനും വിശ്വസ്തനുമായ ദാസൻ ആമേൻ ആരാണെന്നും ആമേൻ ആ ദാസൻ്റെ പ്രത്യേകത എന്താണെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ചു വന്നിട്ട്, ആമേൻ ഒരു കാര്യം പറഞ്ഞ് തൻ്റെ ഉപമ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുകയാ, യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികിട്ടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനം മാറ്റമില്ലാത്തതാ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആമേൻ ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ ആമേൻ ചെയ്യുന്നതാണ് ആമേൻ ഹല്ലേലൂയ യജമാനൻ്റെ ഇഷ്ടം. ആമേൻ. ഇനിയും ദൈവിക ഇഷ്ടങ്ങൾ അനവധി വേദപുസ്തകത്തിൽ നിന്ന്, വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആമേൻ എടുത്തു പറയുവാൻ എൻ്റെ പക്കലുണ്ട്. ആമേൻ. എന്നാൽ ആമേൻ കേട്ടത് അധികം ശ്രദ്ധയോടെ ഇന്ന് പകൽക്കാലം കരുതിക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ദൈവം നമ്മെ നയിക്കുമാറാകട്ടെ. നാം ആയിരിക്കുന്ന കാലഘട്ടത്തെ വചനം പറയുന്നത് ഇത് ദുഷ്ടകാലഘട്ടമെന്നാണ്. ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ആമേൻ ഒറ്റ കാര്യം മാത്രം, ആമേൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ദൈവത്തോട് ചോദിച്ച് ആമേൻ അതിനനുസരിച്ച് നാം ജീവിക്കുന്നില്ല എങ്കിൽ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവന് വളരെ അടികിട്ടും. നാം ഹല്ലേലൂയ ശിക്ഷിക്കപ്പെടുവാൻ അല്ല ആമേൻ ആഗ്രഹിക്കുന്നത്. ആമേൻ പൗലോസ് പറഞ്ഞതുപോലെ ബുദ്ധിഹീനരാകാതെ ആമേൻ അടിമടിക്കുവാൻ, ആമേൻ ഹല്ലേലൂയ ശിക്ഷയ്ക്ക് പാത്രരായി തീരുവാൻ അല്ല ദൈവം മുന്നമേ ഇത് നമ്മോട് വചനത്തിലൂടെ അറിയിച്ചു തന്നത്. ദൈവവചനത്തിൻ്റെ ആഴത്തെ തിരിച്ചറിഞ്ഞ്, ആമേൻ ഹല്ലേലൂയ, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുവാൻ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓർപ്പിക്കുന്നു. എങ്ങനെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊള്ളുവേൻ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു രൂപാന്തരമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു മടങ്ങിവരവാണ്. നാം ഈ ദുഷ്ടലോകത്തിൻ്റെ അധീനതയിൽ അതുപോലെ കുടുങ്ങി ആമേൻ ഇല്ലാതെയായി പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ബുദ്ധിയുള്ളവരായി ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ നിഷ്കളങ്കരായി നിർമ്മലരായി ആമേൻ ഹല്ലേലൂയ ജീവിക്കുവാൻ ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ കീഴിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഇത് ദുഷ്കാലമാകയാൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ആമേൻ ഹല്ലേലൂയ. ബുദ്ധിഹീനരാകാതെ ദൈവത്തിൻ്റെ ഹിതം ഇന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ആമേൻ ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനം മുഖാന്തരം ദൈവമായ കർത്താവ് ആമേൻ ഹല്ലേലൂയ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.